ഹായ്, ഞാൻ ഫിദ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ഡോ ആണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് മൈദ, 1/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം, 1/4 കപ്പ് എണ്ണ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, 3 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ ഒറിഗാനോ എന്നിവയാണ് എടുക്കുന്നത്. ഒറിഗാനോ ഓപ്ഷണൽ ആണെങ്കിൽ വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈസ്റ്റും പഞ്ചസാരയും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറിയ ചൂടുള്ള വെള്ളമാണ്. എന്നിട്ട് ഇതൊന്ന് ചെറുതായി മിക്സാക്കി കൊടുക്കണം. ഓവർ മിക്സ് ചെയ്യരുത്, ഇല്ലെങ്കിൽ ഈസ്റ്റ് നല്ലപോലെ ബ്ലൂമായി വരില്ല. ഒന്ന് ചെറുതായി മിക്സാക്കിയതിന് ശേഷം ഇതൊരു സെറാൻ റാപ്പ് വെച്ച് കവർ ചെയ്ത് ഇത് ബ്ലൂം ആവാൻ വേണ്ടി ഒരു 10 മിനിറ്റ്സോളം വെക്കാം. 10 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ബബ്ലി ആയിട്ടൊക്കെ വരും. അപ്പോൾ ഇതിലേക്ക് ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടൊന്ന് ചെറുതായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഡോ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഡോ നീഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ഇത് നീഡ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതിലേക്ക് ഞാൻ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒറിഗാനോയും ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് ഇത് ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്യാൻ തുടങ്ങണം. ഇത് മിക്സ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെറ്റ് ഇൻഗ്രീഡിയൻസ് വെച്ച് കൊടുക്കുക. അതായത് ഈസ്റ്റിൻ്റെയും ഓയിലിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ മിക്സ്ചറാണ്. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ ഡോ ഇൻകോർപ്പറേറ്റ് ആവുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓവർ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഡോ നല്ലപോലെ ഇൻകോർപ്പറേറ്റ് ആയി എടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റിക്കി അല്ല, നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനു മുമ്പ് തന്നെ കുറച്ച് ഒലിവ് ഓയിൽ എടുത്ത് ഒന്ന് ബൗൾ ഗ്രീസ് ചെയ്യുക. അതാകുമ്പോൾ ഡോ ഇതിലേക്ക് സ്റ്റിക്ക് ആവില്ല. അതിനുശേഷം നമുക്ക് ഡോ എടുത്ത് ഈ ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് 2 മണിക്കൂറോളം റൈസ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ 2 മണിക്കൂറിലും കുറച്ചുകൂടി കൂടുതൽ ഒരു 5-6 മണിക്കൂറോളം വെക്കുന്നുണ്ട്. ഇത് 2 മണിക്കൂർ വെച്ചാൽ തന്നെ കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും അത് നല്ലപോലെ റൈസ് ആയിട്ട് തന്നെ വരും. പിന്നെ ഒരു 5-6 മണിക്കൂറോളം വെക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോറസ് ആയിട്ടുള്ള ഡോ കിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടി, സാധാരണ എല്ലാവരും പറയുന്ന ഒരു വാം പാട്ട് റൂമിൽ വെക്കാനാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഡോ നല്ല തണുത്ത AC-യുടെ റൂമിലായാലും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ ബ്ലൂമായി കിട്ടും. ഒരു 5 മണിക്കൂറോളം വെക്കാം, അല്ലെങ്കിൽ 2 മണിക്കൂർ വെച്ചാലും മതി. അപ്പോൾ നമുക്കിതിനി റൈസ് ആവാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 5 മണിക്കൂർ കഴിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഡോ റൈസായി വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് കവർ ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് പ്ലാസ്റ്റിക് റാപ്പ് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒരിച്ചിരി മൈദ സ്പ്രിങ്കിൾ ചെയ്ത് അത് വർക്ക് ഏരിയയിലേക്ക് ഇടുക. എന്നിട്ടൊന്ന് ചെറുതായി നീഡ് ചെയ്ത് കൊടുക്കണം. ഓവർ നീഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരിച്ചിരി ഒന്ന് ഇൻകോർപ്പറേറ്റ് ആക്കിയാൽ മതി. അപ്പോൾ ഇതൊന്ന് ചെറുതായി നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് 2 പോർഷനാക്കി മാറ്റാം. ഈ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 2 10 ഇഞ്ചിൻ്റെ പിസ്സ ആയിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ സൈസ് വേണമെങ്കിൽ കുറയ്ക്കാം. മൈദ കുറച്ച് വേണമെങ്കിൽ സൈസും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് 2 ഈക്വൽ പാർട്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതിനകത്തുനിന്ന് ഒരു പാർട്ട് എടുത്ത് നമുക്ക് 10 ഇഞ്ചിൻ്റെ പാനിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. അതിനു മുമ്പ് തന്നെ ഒരു ഇച്ചിരി കൂടി നീഡ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ നല്ല ഗ്ലൂട്ടനൊക്കെ ഡെവലപ്പ് ആവും. ഇതിപ്പോൾ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ പിസ്സ പാനാണ് എടുത്തിട്ടുള്ളത്. പിസ്സ പാനില്ലെങ്കിൽ ഒരു ചെറിയ കേക്ക് ടിന്നിൻ്റെ എല്ലാം അടിയിലത്തെ ബോട്ടം സ്പ്രിംഗ് ഫോം എടുത്ത് മാറ്റാം.
എന്നിട്ട് നമുക്കത് പിസ്സ പാനായിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. എന്നിട്ടിത് സൈഡിലേക്ക് വരെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, സൈഡിലേക്ക് വരെ എത്തിച്ചാൽ മതി. എന്നിട്ട് സൈഡിൽ കുറച്ചുകൂടി ഡോ നമുക്ക് ഇൻകോർപ്പറേറ്റ് ആക്കാൻ പറ്റും. ഇപ്പോൾ ഡോ പാനിൽ മൊത്തം സ്പ്രെഡ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഫോർക്ക് വെച്ചൊന്ന് ചെറുതായി ഹോൾസ് പോക്ക് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് ക്രസ്റ്റ് കിട്ടും. ഇനി ബാക്കിയുള്ള ടോപ്പിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നിടം വരെ നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതാകുമ്പോൾ ഇത് നല്ലപോലെ കുറച്ചുകൂടി റൈസായി വരും. ഇനി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 150 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സുമാണ് ഇട്ട് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ ചിക്കനിൽ ഫ്ലേവറായിട്ട് ഉപയോഗിക്കുന്നത്. ആ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒരു പാനിലേക്ക് ഈ മിക്സ് ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക. എന്നിട്ടിത് ചെറുതായി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒരു ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഒരുപാട് ഫുള്ളായിട്ട് കുക്കാവണമെന്നില്ല, കാരണം നമ്മൾ ഓവനിൽ പിസ്സ വയ്ക്കുമ്പോൾ അന്നേരം നല്ലപോലെ കുക്കായി കിട്ടും. അപ്പോൾ ഇത് ഓവർ കുക്കാക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായി വൈറ്റ് കളറായി ഒരു ചെറിയ ഹാഫ് ഡൺ പോലെ വന്നാൽ മതി. ഇപ്പോൾ ഇത് കുക്കായി ഒരു ചെറിയ വൈറ്റ് കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ പാനിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോയും നല്ലപോലെ ചെറുതായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ടോപ്പിങ്സ് വെച്ച് ടോപ്പ് ചെയ്ത് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ടോപ്പിങ്സ് റെഡി ആക്കിയിട്ടുണ്ട്. ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് പറയാം. ഇവിടെ ഞാൻ മോസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പിസ്സ സോസ്, കുറച്ച് ക്യാപ്സിക്കംസ് ഉണ്ട്. ഇവിടെ ഞാൻ യെല്ലോ, ഗ്രീനും റെഡും ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ കുറച്ചുകൂടി കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ കുറച്ച് ബ്ലാക്ക് ഓലിവ്സ് ഉണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കനും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പിസ്സ ക്രസ്റ്റിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും നമ്മൾ ആദ്യം തന്നെ പിസ്സ സോസാണ് സ്പ്രെഡ് ചെയ്യേണ്ടത്. ആവശ്യത്തിനനുസരിച്ച് ഇടുക. ഒരുപാട് ഇഷ്ടമല്ലെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മോസറല്ല ചീസ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആവശ്യത്തിന് ചീസ് സ്പ്രിങ്കിൾ ചെയ്യാം. എന്നിട്ട് കുറച്ച് കുക്ക്ഡ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പിയിൽ വേണമെങ്കിൽ ചിക്കൻ അവോയ്ഡ് ചെയ്ത് വെജ് പിസ്സ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് ഉപയോഗിക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഗ്രീൻ ക്യാപ്സിക്കംസും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കളർ ക്യാപ്സിക്കംസും എടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിൽ കുറച്ച് ഓലിവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
കുറച്ചുകൂടി ചിക്കനും ചീസും ഒക്കെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് അമക്കി ഈ ടോപ്പിങ്സൊക്കെ ക്രസ്റ്റിലേക്ക് പിടിപ്പിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ടോപ്പിങ്സൊക്കെ പൊങ്ങി വരും. അപ്പോൾ ടോപ്പിങ്സൊക്കെ പാനിൽ നിന്ന് ചാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പെർഫെക്റ്റ് ആയിട്ടിരിക്കില്ല. ഇനി നമുക്കിതൊരു പ്രീ ഹീറ്റഡ് അവൻ 375 പ്രീ ഹീറ്റഡ് അവനിലേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രസ്റ്റ് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചീസും മെൽറ്റായി നല്ല ടോപ്പിങ്സ് എല്ലാം ഒന്നിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഞാൻ ചൂടോടെ തന്നെയാണ് ഇത് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ഇവിടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ക്രസ്റ്റ് ഉണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ടോപ്പിങ്സും ആ പിസ്സ സോസും പിന്നെ ചീസൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. ആ ക്രസ്റ്റ് സൈഡിൽ നമ്മൾ ഉണ്ടാക്കിയ ക്രസ്റ്റ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ക്രസ്റ്റുമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് കുക്കിംഗ്.